അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവനിഷ്ടപ്പെടുന്ന നല്ല ജനങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഏതാണ്ട് ഒരാഴ്ചയോളമായി നമ്മുടെ സംസ്ഥാനത്തിലുള്ള മുഴുവൻ മനസ്സുള്ള മനുഷ്യന്മാരും വളരെയേറെ ദുഃഖത്തിലും നെടുവീർപ്പുകളിലുമാണ് കഴിഞ്ഞുകൂടുന്നത്. എല്ലാ മനുഷ്യരും, ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ആവക ചിന്തകൾക്ക് അതീതമായി മനുഷ്യന്മാരെല്ലാം അവരവരുടെ വീടുകളിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും താമസിക്കുന്ന മുഴുവൻ മനുഷ്യരും വളരെയധികം പ്രയാസത്തിലും വിഷമങ്ങളിലും നെടുവീർപ്പിലും കഴിയുന്ന ഒരു സന്ദർഭമാണ്. വയനാടിലെ മേപ്പാടി, മുണ്ടക്കൈ, അതുപോലെ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരാഴ്ചയായി നടന്ന കേട്ടുകേൾവി പോലുമില്ലാത്ത, സമാനതകളില്ലാത്ത വലിയൊരു ഉരുൾപൊട്ടൽ, ഒരു ദുരന്തം പാതിരാത്രിയിൽ ആ പ്രദേശത്തുണ്ടായതോടുകൂടെ മനുഷ്യന്മാർ കല്ലുകളുടെയും മരങ്ങളുടെയും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിലൂടെയും അമർന്ന് ചെളികളിലൂടെ അലിഞ്ഞു ചേർന്ന അവസ്ഥയാണ് ഉണ്ടായത്. കരളലിയിപ്പിക്കുന്ന കാഴ്ച. എല്ലാവരും നേരം പുലർന്നു നോക്കുമ്പോൾ ഈ വാർത്തയാണ് എല്ലാവരും കേൾക്കാനിടയായത്. പാതിരാത്രിക്ക് നല്ല മഴയും നല്ല തണുപ്പും, ഒരുപാട് പ്രതീക്ഷകളുമായി, ഒരുപാട് കാര്യങ്ങളുമായി ഓരോ പ്ലാൻ ചെയ്തുകൊണ്ട് രാത്രി കിടക്കുകയും നേരം പുലർന്നാൽ എഴുന്നേറ്റ് അവരുടെയൊക്കെ തൊഴിലുകളിലും അവരുടെയൊക്കെ ഏർപ്പാടുകളിലും ജാഗരൂകതരാകാൻ വേണ്ടി, വ്യാപൃതരാകാൻ വേണ്ടി ഉള്ള തീരുമാനത്തോടുകൂടെ കിടന്നുറങ്ങിയ മനുഷ്യന്മാർ, അവരിൽ ബഹുഭൂരിഭാഗവും ഉണർന്നില്ല. അവർക്കൊന്നും ഒരു പ്ലാനും നടപ്പിൽ വരുത്താൻ കഴിയാത്ത വിധം വലിയൊരു അട്ടഹാസങ്ങളോടുകൂടെ വലിയൊരു ഉരുൾപൊട്ടൽ 1-2 പ്രാവശ്യമായി ആ പ്രദേശത്തുണ്ടായതോടുകൂടെ രാത്രിയിൽ കരണ്ടുകൾ ഒക്കെ നഷ്ടപ്പെട്ട് മലഞ്ചെരുവുകളിലും മലമേടുകളിലും മലയിടുക്കുകളിലും പാറക്കെട്ടുകളിലും അതുപോലെ തന്നെ വെള്ളം ഒഴുകി വരുന്ന ആ പാറക്കൂട്ടങ്ങളിലും ആ നീർച്ചാലുകളിലും തകിടം മറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ജീവനുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം 100-400 ആളുകൾ മരണപ്പെട്ടു എന്ന് കണക്ക്. മണ്ണിൻ്റെ അടിയിൽ പല ഭാഗങ്ങളിലായി, ഏതാണ്ട് നിലമ്പൂർ വരെ ഉള്ള പ്രദേശങ്ങളിലായി, ചാലിയാർ പുഴയുടെ 2 കരയിലും കൂടി മനുഷ്യന്മാരിൽ ഇനിയും ആരെങ്കിലുമൊക്കെ മനുഷ്യൻ എത്തിപ്പെടാത്ത വിധത്തിൽ കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട് ശരീരത്തിന് വേണ്ടത്ര പരിക്കുകളൊക്കെ പറ്റി, എന്നാൽ ആത്മാവ് നഷ്ടപ്പെട്ടില്ലാത്ത ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇനിയും ആ ചാലിയാറിൻ്റെ തീരങ്ങളിൽ, കരകളിൽ, ആ മലകളിൽ, ആ വനങ്ങളിൽ, ആ വനങ്ങളുടെ ഉൾക്കാട്ടുകളിൽ ഇനിയും കിടപ്പുണ്ടോ എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നു. വലിയൊരു ദുരന്തം.
ഇതിന് സമാനതകളിലുള്ള ഒരു ദുരന്തവും നാം കേട്ടിട്ടില്ല. നമ്മുടെ കേട്ടുകേൾവിയിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല. വളരെയധികം വലിയൊരു ദുരന്തം. ആ ദുരന്തത്തിൽ പെട്ടപ്പോഴാണ് മനുഷ്യൻ്റെ വിലയും മനുഷ്യൻ്റെ സ്നേഹവും എന്താണെന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ ആദ്യമായി ആ ഉരുൾപൊട്ടൽ സംഭവം ഉണ്ടായപ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എത്ര സൗന്ദര്യമുള്ള നല്ല ചെറുപ്പക്കാരിയായ നല്ലൊരു പെൺകുട്ടി. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഉടനെ മരിക്കും, ഞങ്ങളെ ജീവനോടുകൂടെ രക്ഷിക്കാൻ ഉടൻ എത്തണം എന്ന് ഈ സംഭവം ഉണ്ടായി എന്ന്, ഉരുൾപൊട്ടലുണ്ടായി എന്ന് നീതു വിളിച്ചു പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഈ ഫോൺ കേട്ടിട്ട് അവർക്ക് രക്ഷാമാർഗവുമായി എത്തുന്നതിനൊക്കെ മുമ്പ് ഈ വിളി അവസാനത്തെ വിളിയായി കൊണ്ട് നീതുവിനെ ആ മണ്ണും കല്ലും ആ ഓളവും ആ പുഴയും ആ വെള്ളവും നീതുവിനെയും തട്ടി മറിച്ചുകൊണ്ട് മൃത്യുവിൻ്റെ കരാള ഹസ്തങ്ങളിലേക്ക് നീതുവും പോയി മറഞ്ഞു. അതുപോലെ എത്ര ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിരുന്ന ഒരു പ്രജീഷ് എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ, എത്ര നല്ല ചെറുപ്പക്കാരനാ, കണ്ടാൽ നല്ല അരോഗദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനൊക്കെ നഷ്ടപ്പെട്ടാൽ അവർ ശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാ സഹിക്കാൻ കഴിയുക? അത്ര നല്ലൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെല്ലാം മറന്ന് മരണത്തിന് മന്നിടുന്ന, വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന മരത്തടികളുടെ ഇടയിൽ കുടുങ്ങിയ, അതുപോലെ തന്നെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ ഉള്ളിൽ കുടുങ്ങിയ, വീടുകളുടെ ഉള്ളിൽ കുടുങ്ങിയ, ചെളിയും മണ്ണും നിറഞ്ഞ ആ വീടുകളിലെ ഉള്ളിലേക്ക് ജീവന്റെ ശ്വാസമുണ്ടെന്നറിഞ്ഞ് അതൊക്കെ തപ്പി വലിച്ച് ചെളിയിൽ നിന്നും സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ആളുകളെ വാരി വലിച്ച് കരക്കെടുത്ത് രക്ഷപ്പെടുത്തി. അപ്പോഴാണ് അപ്പുറത്ത് ആ പുഴയുടെ അക്കരെ ഒരാൾ നിൽക്കുന്നതും അയാൾ രക്ഷിക്കണേ എന്ന് പറയുന്ന കരച്ചിൽ കേൾക്കുന്നത്. ആ പ്രജീഷ് കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ അവനെ രക്ഷിക്കാൻ പോവുകയാണ്. ഈ കൂട്ടുകാർ പറഞ്ഞു, പോകരുത്, നീ പോയാൽ നീ രക്ഷപ്പെടില്ല, നീ പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അത് കേട്ടില്ല. ആ പ്രജീഷ് പറഞ്ഞത്, എൻ്റെ ഒരു സഹോദരനാണ്, എൻ്റെ ഒരു മനുഷ്യനാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്, ഈ നാട്ടിലുള്ള മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരെ രക്ഷിക്കാൻ എൻ്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ അതെൻ്റെ കടമയാണ്. ഇപ്പോഴെൻ്റെ ശരീരത്തിൽ ജീവനുണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടില്ലാത്തോടത്തോളം സമയം അവരെ രക്ഷിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. എന്നെ തടയേണ്ട, ഞാൻ പോകുമെന്ന് വിലങ്ങിയ വാസുവിനോട്, വാസുവേട്ട ഞാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രജീഷ് പോയപ്പോൾ ആ പ്രജീഷിനെയും ആ ഒഴുക്കുചാല്, ആ ചെളിക്കുണ്ടിലേക്ക്, ആ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിലേക്ക് ആ പ്രജീഷിനെയും വലിച്ചു കൊണ്ടുപോയി. ആ പ്രജീഷും മരണപ്പെട്ടു. അങ്ങനെ എത്ര പേരെ രക്ഷിക്കാൻ രക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ടു പോയത്. ആ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, അതിന് സമാനതകളുണ്ടോ ആ സംഭവത്തിന്? നമുക്ക് ആലോചിക്കാമല്ലോ. കൊടുവള്ളിക്ക് പോയൊരു സഹോദരൻ തിരിച്ചു വന്നത് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ വീടില്ല. അവൻ പറയുന്നു ആളുകളോട്, ഇതാണ് എൻ്റെ വീട്, ഇവിടെയാണ് എൻ്റെ വീടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മയെ കാണുന്നില്ല. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയെ കാണുന്നില്ല. എൻ്റെ പെങ്ങളുണ്ടായിരുന്നു, പെങ്ങളെ കാണുന്നില്ല. എൻ്റെ 2 മക്കളുണ്ടായിരുന്നു, അവരെയും കാണുന്നില്ല. അപ്പോഴും കൊടുവള്ളിക്ക് പോയ ആ ഒരു മകൻ, ആ അവൻ മാത്രം രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ മുഴുവനും ഒലിച്ചുപോയി, എവിടെയാണെന്ന് പോലും അറിയില്ല. അതുപോലെ ദുബൈയിൽ നൃത്തം വന്നു കഴിഞ്ഞപ്പോൾ അവനും പറയുന്നു പത്രക്കാരോട്, എൻ്റെ വീട് ഇവിടെ ആയിരുന്നു, പക്ഷെ എൻ്റെ വീട്ടിലുള്ള ഇന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ആരെയും കാണുന്നില്ല. അങ്ങനെ
കാണാത്ത മൺമറഞ്ഞുപോയ ആ കാണാമറയത്ത് എത്രയോ ആളുകളാണ് ഇനിയും ഉള്ളത്. രക്ഷിക്കാൻ കമാൻഡോകൾ, നമ്മുടെ കമാൻഡോകളെ എത്ര പ്രശംസിച്ചാലും മതിയാകുകയില്ല. ഇന്ത്യയുടെ കമാൻഡോകളെ എത്ര കണ്ട് പ്രശംസിച്ചാലും കഴിയില്ല. അവരൊക്കെ നാടിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, അവരൊക്കെ നാടിനു വേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടെ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നത്, അതുപോലെ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ അതുപോലെയുള്ള മനുഷ്യനാണ് പ്രധാനം, മറ്റൊന്നിനും അവിടെ പ്രധാനമില്ല. മനുഷ്യന് മാത്രമാണ് പ്രധാനം. മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ, അതിനപ്പുറത്ത് ഒരു പരിഗണനയുമില്ലാത്ത വിധം മനുഷ്യന്മാർ ഒറ്റക്കെട്ടായി, മനുഷ്യന്മാർ ഒന്നുചേർന്ന്, മനുഷ്യന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആ സംഭവത്തെയും നോക്കിക്കൊണ്ട് ചിലതൊക്കെ പറയാൻ നമ്മുടെ നാട്ടിലും ആളുകളുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ചന്ദനം വളരും ഗംഗതൻ കരയിൽ മറ്റേ കാഞ്ഞിരവും വളരും എന്ന് കവി പാടിയതുപോലെ നന്മ നിറഞ്ഞ ലക്ഷക്കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ രാജ്യത്ത് നന്മയുടെ ഗോപുരങ്ങളായി മാറിയ, നന്മ മരങ്ങളായി മാറിയ, നന്മയുടെ ഈറ്റില്ലങ്ങളായി മാറിയ ഒരുപാട് മനുഷ്യ മനസ്സുകൾ ഒത്തുചേർന്ന് ജീവരക്ഷ പ്രവർത്തനം നടത്തുന്ന ആ മുണ്ടക്കയിലും അതുപോലെ ചൂരൽമലയിലും ആ പ്രദേശത്തും ഒക്കെ സേവനം ചെയ്യുമ്പോൾ ഒരുത്തൻ അവൻ്റെ മഞ്ഞക്കണ്ണിലൂടെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അവിടെ SYS ആണ്, അവിടെ SKSSF ആണ്, അവിടെ DYFI ആണ്. ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ TV-യിൽ കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇത് കൂടാതെ DYFI, ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയിലൊന്നും പോയിട്ടില്ല. സേവാഭാരതി കണ്ടില്ല. അവർ ഈ കഴിഞ്ഞ 2018 പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത്, അത് മര്യാദയല്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും, ബാക്കിയുള്ളവർ ഇച്ചിരി കൂടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുകയാണ്. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൽ അടുത്ത് പോകാൻ ഇവന് പേടിയാണ്. ആ സമയത്ത് അവിടെ DYFI അത് ഓർത്തിട്ടില്ല, അവിടെ SKSSF ഓർത്തിട്ടില്ല, യൂത്ത് ലീഗ് ആണെന്ന് ഓർത്തിട്ടില്ല. അവരൊക്കെ മനുഷ്യരെ രക്ഷിക്കാനായി ഇറങ്ങുന്നത്. ഒരു യൂത്ത് ലീഗുകാരൻ്റെ അല്ലെങ്കിൽ ലീഗുകാരൻ്റെ ജഡം എടുക്കാനല്ല ശ്രമിച്ചത്, അല്ലെങ്കിൽ ഒരു DYFIയുടെ ജഡം എടുക്കാനല്ല ശ്രമിക്കുന്നത്. മനുഷ്യന്റെ ജഡങ്ങളാണ് തപ്പുന്നത്, മനുഷ്യന്റെ അവശിഷ്ടങ്ങളാണ് തപ്പുന്നത്, മനുഷ്യന്റെ വിട്ടുപോയ അറ്റുപോയ കൈകളാണ് പെറുക്കിയെടുക്കുന്നത്, മനുഷ്യന്റെ അറ്റുപോയ കാലുകളാണ് പെറുക്കിയെടുക്കുന്നത്, മനുഷ്യന്റെ തെറിച്ചുപോയ കണ്ണുകളാണ് സ്വന്തം കൈകൊണ്ട് പെറുക്കിയെടുത്ത് കൂട്ടുന്നത്. അങ്ങനെ കൂട്ടുന്നതിനിടയിൽ നീ അവിടെയും കണ്ടു ഒരു വർഗീയത, നീ അവിടെയും കണ്ടു ഒരു പോരായ്മ. നിന്നെ പോലെ ഉള്ളവരാണ് ഈ രാജ്യത്തിന്റെ അപമാനം, ഈ രാജ്യത്തിന്റെ ക്ഷാപം. എവിടെയും കയറി എപ്പോഴും വർഗീയത പറയുന്ന ആളായി മോഹൻദാസ്. ഞാനൊക്കെ കേൾക്കാറുണ്ട്, ഒരുപാട് ചാനലിൽ ഇയാൾക്ക് ആകെ ഒരേ ഒരു സമുദായത്തിൻ്റെ പോരായ്മ അയാൾ കാണുകയുള്ളൂ. അയാൾ ഒരു സമുദായത്തിന് മാത്രമേ പോരായ്മയുള്ളൂ, ഒരു സമുദായത്തിൽ മാത്രമേ തീവ്രവാദിയുള്ളൂ, ഒരു സമുദായത്തിൽ മാത്രമേ കൊലപാതകം ചെയ്യുന്നവരുള്ളൂ, ഒരു സമുദായത്തിൽ മാത്രമേ പീഡനം ചെയ്യുന്നവരുള്ളൂ, ഒരു സമുദായത്തിൽ മാത്രമേ കുറ്റവാളികൾ തന്നെ ഉള്ളൂ. ബാക്കിയുള്ളവരെ ആരെയും അയാൾ സ്പർശിക്കാറില്ല. മുസ്ലിം ഈ മുസ്ലിം വിരോധം വെച്ച് പുലർത്തുന്ന ഒരു വിറകുകൊള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻദാസ്. ആ മോഹൻദാസ് അവിടെ കണ്ടത് ആ ജീവരക്ഷ, ആ രക്ഷാപ്രവർത്തനത്തെ കാണില്ല. അവരിട്ടിരിക്കുന്ന ശരീരത്തിലെ വസ്ത്രവും അതിൻ്റെ ബാനറുകളും അതിൻ്റെ തിരിച്ചറിയലുകളുമാണ്. തിരിച്ചറിയില്ലാതെ അവിടെ ആ വെള്ളച്ചാലിൽ ആ പൊട്ടിയ വെള്ളം ഒഴുകുന്ന ആ മലമേടുകളിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അവരും ആരാണെന്ന് അറിയണം.
അവരും എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അവർക്കും ആരാണെന്നറിയണം, അവർ ഏത് വിഭാഗമാണെന്നറിയണം, ഏത് മനുഷ്യനാണെന്നറിയാനുള്ള ഒരു ഐഡന്റിഫി അവർക്കും ഉണ്ടാകണം. അപ്പോൾ ആ ഐഡന്റിഫിയോടുകൂടെ മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ആണ് മനുഷ്യനെ രക്ഷിക്കാൻ അവിടെ ഇറങ്ങുന്നത്. അല്ലാതെ അവരുടെ രക്ഷയല്ല അവർ ശ്രമിക്കുന്നത്. അവരിതിൽ അകപ്പെട്ടു പോയാൽ അവർ ആരാണെന്ന് അറിയും. അതിനുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടെ അവർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നല്ലാതെ അത് ഒരു തരത്തിലുള്ള മനുഷ്യനെ രക്ഷിക്കാനോ ഒരു വിഭാഗത്തിന് മാത്രം സേവനം ചെയ്യാനോ വന്നവരല്ല. മുഴുവൻ മനുഷ്യർക്കും അവരുടെ സേവനം. ഈ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴും അതിലും വർഗീയത കണ്ടുപിടിക്കുന്ന മിസ്റ്റർ മോഹൻദാസ്, താങ്കളെ പോലെയുള്ളവർക്ക് എന്ത് പേരാണ് ഈ രാജ്യം വിളിക്കേണ്ടത്? നിങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണം? മനുഷ്യനെന്നോ എന്ത് പേരിട്ട് നിങ്ങളെ വിളിക്കണം? നിങ്ങൾ മനസ്സിൽ കണ്ടില്ലേ അവിടെ അടക്കം ചെയ്തത്? നാനാജാതി മനുഷ്യര് ഒരുപാടുണ്ട്. അവരാരാണെന്ന് അറിഞ്ഞില്ല. മുസ്ലിം ഏത്, ക്രിസ്ത്യൻ ഏത്, ഹിന്ദു ഏത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം DNA ടെസ്റ്റുകൾ ഒന്നിലും അവരെ മനസ്സിലാക്കാൻ കഴിയാതെ അവസ്ഥ വന്നപ്പോൾ അവർ ഒരുമിച്ച് കുഴിമാടങ്ങളിൽ കുഴി കുഴിച്ച് അവരെ അടക്കിയപ്പോൾ ആ അടക്കൽ കഴിഞ്ഞ് സർവമത പ്രാർത്ഥന നടത്തി. അവിടെ ഹിന്ദുവിനൊരു പ്രാർത്ഥന, സർവമത പ്രാർത്ഥന, സർവരും ഒരുമിച്ച് ചേർന്ന്. എത്ര സ്നേഹമായ പെരുമാറ്റം! ആരാ അവിടെ വരാത്തത്? മനുഷ്യ മനസ്സുള്ള മുഴുവനും മനുഷ്യന്മാരും അവിടത്തേക്ക് വരികയാ. സ്നേഹസ്പർശവുമായി വരികയാ. നോവുകയാണ് എല്ലാവരുടെയും. ഞങ്ങളൊക്കെ സത്യം പറയാമല്ലോ, ഉറങ്ങാൻ പ്രയാസമാണ്. രാത്രി കിടന്നാൽ ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങാൻ കഴിയാത്ത വിഷമമാണ്. ആ വയനാടിൻ്റെ മേപ്പാടിയിലെ ആ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ സംഭവം ഞങ്ങളെ ഒന്നും ഉറക്കുന്നില്ല. നമുക്കൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. അവിടുത്തെ സംഭവം നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മളിങ്ങനെ ഭാവനയിൽ കാണും. എങ്ങനെ നമ്മൾ വീട്ടിൽ കിടക്കുക, നമ്മുടെ മക്കളെ അരികത്തുണ്ട്, നമ്മുടെ അടുത്ത മുറിയിൽ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ, അമ്മമാരൊക്കെ ഉണ്ട്. ആ വീടിലുള്ള എല്ലാവരെയും അങ്ങോട്ട് ഒരു പ്രളയം ഒലിച്ചു കൊണ്ടുപോവുക, അടിച്ചു കൊണ്ടുപോവുക, പിറ്റേ ദിവസം തപ്പിപ്പറക്കി എടുക്കുക, കയ്യും കാലും കണ്ണും ഒക്കെ. എന്തൊരവസ്ഥ! അവിടെയും ഈ വർഗീയത ചീറ്റുന്ന ഈ വിഷപ്പാമ്പിനെയൊക്കെ എന്ത് വിളിക്കണം? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെപ്പോലെ ആരെങ്കിലും വളരെ വിരളമായി 1, 2, 3 ആളുകൾ ഉണ്ടായെങ്കിലും ജനം നല്ല ശതമാനവും നല്ല മനുഷ്യരാണ്, വർഗീയത ഇല്ലാത്ത മനുഷ്യരാണ്. മനുഷ്യൻ എന്ന പരിഗണന മാത്രമുള്ളവരാ. ഇവിടെ ജാതിക്കൊരു പരിഗണനയില്ല, ജാതിക്കൊരു ചിന്തയില്ല. ജാതി ഏതുമാകട്ടെ, മതം ഏതുമാകട്ടെ, മനുഷ്യന്റെ കാര്യത്തിൽ ഒന്നാകണം. അതിനു വേണ്ടി വന്നപ്പോൾ ഇവിടെ 100 വീട് ഓഫർ ചെയ്യുന്നു, 100 വീടുകൾ ഓഫർ ചെയ്യുന്നു, 150 ഏക്കർ കൊടുക്കുന്നു, 50 ലക്ഷം കൊടുക്കുന്നു, 1 കോടി കൊടുക്കുന്നു. എത്ര ആളുകളാണ് വരുന്നത്? സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടുകയല്ലേ വിവിധ ഭാഗങ്ങളിൽ. നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന ചെറുതും വലുതുമായ മുഴുവൻ സംഖ്യയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ഉറങ്ങാൻ സൗകര്യം കിട്ടണം, അവർ ശാന്തമായി ഉറങ്ങാനുള്ള സൗകര്യം. ഒരുപാട് മനപ്രയാസത്തിന് വന്നവരാ. അവർക്ക് ഒരുപക്ഷെ ടെൻഷൻ ഉണ്ടായിന്ന് വരാം, ഡിപ്രഷൻ ഉണ്ടായിന്ന് വരാം. അപ്പോൾ അവർക്ക് അത്തരത്തിൽ ചികിത്സ കൊടുക്കുന്ന സൈക്കാട്രിസ്റ്റുകളെയും സൈക്കോളജികളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ക്ലിനിക്കുകൾ ഉണ്ടാകണം, അവിടെ സ്കൂളുകൾ ഉണ്ടാവണം. അവിടെ മുമ്പുണ്ടായിരുന്ന പച്ചപ്പ് വീണ്ടെടുക്കണം. അതിന് രാജ്യത്തുള്ള സമ്പന്നന്മാർ, സാധുക്കൾ, മുഴുവൻ ആളുകളും രംഗത്ത്, കൊച്ചു കുട്ടികളെ അവരുടെ കാശുകുടുക്കയിൽ വീഴുന്ന സംഖ്യ പോലും കൊടുത്തുകൊണ്ട് സഹായിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇവിടെയൊക്കെ അല്ലേ മനുഷ്യന്റെ ഹൃദയം വേദന അറിയുന്നത്? ഒരു സ്ത്രീ പറഞ്ഞില്ലേ, ഞാൻ പ്രസവിച്ചവളാണ്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് അവിടെ നഷ്ടപ്പെട്ട പാല് കുടിക്കുന്ന അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പാല് തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയും വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ രംഗത്ത് വന്നു. അവനെ കൈകാര്യം ചെയ്തു ആളുകൾ. അങ്ങനെ നല്ല മനുഷ്യന്മാർ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത് കാണുമ്പോൾ അപകടം പോലും നമ്മൾ മറന്നു പോവുക. മനുഷ്യന്റെ നന്മ കാണുമ്പോൾ, മനുഷ്യന്റെ ഗുണം കാണുമ്പോൾ ആ അപകടം സംഭവിച്ചത് പോലും നാം മറന്നു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്,
അപകടത്തിൽ മരണപ്പെട്ടവർ 400 പോയി മരിച്ചു. അവർക്ക് വേണ്ടി ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കിനി ചെയ്യാൻ കഴിയുന്നത് ആ മുണ്ടക്കൈ തിരിച്ചു വരണം, ചൂരൽ മല തിരിച്ചു വരണം, അവിടുത്തെ മനുഷ്യൻ തിരിച്ചു വരണം, അവർക്ക് തിരിച്ചു പാർപ്പിടമുണ്ടാകണം. മറ്റ് എല്ലാ സൗകര്യങ്ങളാലും മാതൃകയായ ഒരു ഗ്രാമങ്ങൾ പടുത്തുയർത്താൻ ആവുന്നതെല്ലാം ചെയ്യാൻ മനുഷ്യ മനസ്സ് ഉണരണം എന്ന് പറഞ്ഞു നിർത്തുന്നു. നമ്മുടെ അവരിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ മനുഷ്യർക്കും നിത്യശാന്തി അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശേഷിച്ചിരിക്കുന്നവർക്ക് സമാധാനം 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 ഇതെല്ലാം ദൈവീകമാണെന്ന് മനസ്സിലാക്കിയ ഒരു സമാധാനം വരാൻ, സമാധാനം ഉണ്ടാകാൻ ദൈവം സഹായിക്കട്ടെ, പടച്ചവൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.